Good morning. അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആണോ എല്ലാവരുടെയും? വർക്ക്ഔട്ട് ചെയ്തോ? എന്താ അവസ്ഥ? ഒന്ന് റിയാക്ട് ചെയ്യോ? ചെയ്തിട്ടില്ലേ? ലാസ്റ്റ് ക്ലാസ് വരെയുള്ള അസൈൻമെന്റ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചെയ്തോ നിങ്ങള്? ഒരാളുടെ റിയാക്ഷൻ ആണല്ലോ വന്നിട്ടുള്ളത് എനിക്ക്. ബാക്കിയുള്ളവരോ? സോ ക്ലാസിന്റെ ടൈം കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ലേറ്റ് ആയിട്ടൊന്നും അഡ്മിറ്റ് ചെയ്തില്ല കേട്ടോ. സോ സെന്ററിലുള്ള കുട്ടികളോട് പറഞ്ഞേക്കാം നേരത്തെ ക്ലാസ്സിൽ കയറാനായിട്ട്. ഫ്രണ്ട്സ് ഒക്കെ ലേറ്റ് ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. ഓക്കെ, സോ നമ്മള് വൗച്ചേഴ്സ് ആണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയേ? ആദർശ് കേൾക്കാവോ? ആദർശ് ഓഡിബിൾ അല്ലല്ലോടാ. ആ പറഞ്ഞോ. കേട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്? കൊണ്ടുവന്നില്ലേ? ഇതൊരു സെറ്റ് ആയില്ലേ? വേഗം എടുത്തോ, സമയം പോണം. മെറ്റീരിയൽ ഔട്ട് വൗച്ചർ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ സെറ്റ് ഓഫ് വൗച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു? അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഓർഡർ വൗച്ചേഴ്സ്, ഇൻവെന്ററി വൗച്ചേഴ്സ്. നമ്മൾ 4 സെറ്റ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 3 സെറ്റ് ഓഫ് വൗച്ചറുകൾ നമ്മൾ ലേൺ ചെയ്തു. അതിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനൊക്കെ പഠിച്ചോ? എക്സ്പ്ലെയിൻ ചെയ്തു, പഠിച്ചോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് സെറ്റ് ഓഫ് വൗച്ചർ ആണ്, പേറോൾ വൗച്ചർ. അപ്പോ പേറോൾ വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻലി നമുക്ക് വരുന്നത് 2 ടൈപ്പ് വൗച്ചറുകളാണ്. ഒന്ന് അറ്റൻഡൻസ് വൗച്ചർ, 2 പേറോൾ വൗച്ചർ. നമ്മളിപ്പോ മൊത്തം എത്ര വൗച്ചർ സെറ്റുകൾ പഠിച്ചു എന്ന് അറിയാവോ? അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒരു 8 എണ്ണം പഠിച്ചു, ഓർഡർ വൗച്ചേഴ്സ് 2 എണ്ണം പഠിച്ചു, ഇൻവെന്ററി വൗച്ചേഴ്സ് വീണ്ടും ഒരു 8 എണ്ണം പഠിച്ചു, ദെൻ പേറോൾ വൗച്ചേഴ്സ് ഒരു 2 എണ്ണം കൂടിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ പേറോൾ വൗച്ചർ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും? പേറോൾ വൗച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും? നന്ദന, കുറെ നന്ദന ഉണ്ടല്ലേ ക്ലാസ്സിൽ? ഏതെങ്കിലും ഒരു നന്ദന ആൻസർ ചെയ്യോ? ആരെങ്കിലും ആൻസർ ചെയ്താൽ മതി, കുഴപ്പമില്ല. സാലറി. യെസ്, അപ്പം സാലറിയുടെ പ്രോസസ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വൗച്ചർ സെറ്റ് ആണ് ഈ ഒരു പേറോൾ വൗച്ചറിനകത്ത് വരുന്ന 2 വൗച്ചേഴ്സ്. അതിനകത്ത് അറ്റൻഡൻസ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന വൗച്ചർ ആണ്. നൗഫിയ മ്യൂട്ട് ചെയ്ത് വെക്കണേ. നൗഫിയ ഓക്കെ, അപ്പം എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോകാനുള്ള ഒരു വൗച്ചർ ആണ് അറ്റൻഡൻസ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഈ അറ്റൻഡൻസ് വൗച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ നോട്ട് ചെയ്ത് പോവാ? നോർമലി ഒരു എംപ്ലോയി അവിടെ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ അവര് എന്തെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടോ, അവര് ലീവ് എടുത്തിട്ടുണ്ടോ, അവര് എന്തെങ്കിലും ഇപ്പം എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങൾ അവര് കമ്പനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനും റെക്കോർഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വൗച്ചറാണ് അറ്റൻഡൻസ് വൗച്ചർ. ഓക്കെ,
അപ്പം ഈ അറ്റൻഡൻസ് വൗച്ചറിനകത്ത് അറ്റൻഡൻസ് എന്ന് പറയുന്നതിനകത്ത് 2 ടൈപ്പ് ഓഫ് അറ്റൻഡൻസുകളാണ് മെയിൻലി വരിക. ഒന്ന്, അവര് പ്രസന്റ് ആയിരുന്നോ എന്നുള്ളത് നമ്മൾ നോക്കും. 2, അവര് ആബ്സെന്റ് ആയിരുന്നോ എന്നുള്ളത് നോക്കും. ഓക്കെ, അതാണ് അറ്റൻഡൻസ് ലീവ് എന്നതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നത്. ലീവ് 2 രീതിയിലുണ്ട്. എന്തൊക്കെ ലീവുകളുണ്ട്? പെയ്ഡ് ലീവ് ഉണ്ട്, അൺപെയ്ഡ് ലീവ് ഉണ്ട്, അല്ലെ, സിക്ക് ലീവ് ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ലീവുകളൊക്കെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലീവ് ആണ് ഇവര് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇനി അതിനകത്ത് ലീവ് വിത്ത് പേ ആണോന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കി മാർക്ക് ചെയ്യും? പ്രസന്റ് അല്ലെങ്കിൽ ആ എംപ്ലോയി വന്നതുപോലെ കൺസിഡർ ചെയ്യും. ലീവ് വിത്തൗട്ട് പേ ആണെന്നുണ്ടെങ്കിൽ ആള് ആബ്സെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ അറ്റൻഡൻസ് വൗച്ചറിനകത്ത് റെക്കോർഡ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ അറ്റൻഡൻസ് വൗച്ചർ എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റൻഡൻസ് വൗച്ചറിനകത്ത് ഓരോ എംപ്ലോയീസും അന്നേ ദിവസം പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളത് ഡെയിലി ബേസിസിൽ മാർക്ക് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ, ഒരു സിംഗിൾ വൗച്ചറിൽ ഒരു ഗിവൺ ിലേക്കുള്ള അറ്റൻഡൻസ് ഇപ്പൊ കേൾക്കാവോ? ഓഡിബിൾ ആണോ? അപ്പോ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡൻസ് വൗച്ചർ ഒരു ഡെയിലി ബേസിസിൽ റെക്കോർഡ് ചെയ്ത് പോവാം. അതായത് ഒരു ദിവസം എത്ര പേര് വന്നു, എത്ര പേര് വന്നില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാം. അതായത് ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ 28 ഡേയ്സ് ഒരു മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു എംപ്ലോയി ടോട്ടൽ എത്ര ദിവസം പ്രസന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എത്ര ദിവസം ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലാവരുടെയും പ്രസന്റ് മാർക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എല്ലാവരുടെയും ആബ്സെന്റ് മാർക്ക് ചെയ്ത് പോകണം. ഒരാളുടെ പ്രസന്റും ഒരാളുടെ ആബ്സെന്റും മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സാലറി പ്രോസസ് ചെയ്ത് കിട്ടില്ല. ക്ലിയർ ആണോ? അപ്പം അതിനകത്ത് ഒരു യൂണിഫോമിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എല്ലാവരുടെയും നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ആബ്സെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് എത്ര ഡേയ്സ് പ്രസന്റ് ആയിരുന്നു എന്നുള്ളത് മാർക്ക് ചെയ്ത് പോവാം. അപ്പം ഈ ഒരു അറ്റൻഡൻസ് വൗച്ചറിന്റെ ഫോർമാറ്റ് വരുന്നത് ഇതേ രീതിയിലാണ്. ഇവിടെ നോക്കി, അറ്റൻഡൻസ് എന്നുള്ള വൗച്ചറിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, എംപ്ലോയിയുടെ പേര്, എംപ്ലോയിക്ക് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ, അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ്, അതായത് ഇവര് പ്രസന്റ് ആണ് ആബ്സെന്റ് ആണ്, എത്ര ദിവസം അവർ പ്രസന്റ് ആണ് അല്ലെങ്കിൽ എത്ര ദിവസം ആബ്സെന്റ് ആണ് എന്നുള്ളതാണ് ഈ വാല്യൂല് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇവിടെ അറ്റൻഡൻസ് വൗച്ചറിനകത്ത് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൂ. ക്ലിയർ ആണോ? അറ്റൻഡൻസ് വൗച്ചർ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരിക എന്നുള്ളത്. കറന്റ് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാലിയിൽ കയറിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വൗച്ചേഴ്സ് ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. അടുത്തതാണ് പേറോൾ വൗച്ചർ. മാം, കൊല്ലം ബ്രാഞ്ചിൽ ഓപ്പൺ ആയതേ ഉള്ളൂ, അപ്പം ഞങ്ങൾക്ക് ഒന്ന് ലോഗിൻ ചെയ്യണമായിരുന്നേ. ഓക്കെ, ആരൊക്കെയാണെന്ന് പറയാവോ? ഗ്യാരി, സാന്ദ്ര, അരുണിമ, ഷമീർ, സാന്ദ്ര, ശരത്ത്, ഷമീർ. ഷമീറിന് വന്നിട്ടില്ലല്ലോടാ. സമീർ ആണോ? സമീർ, ശരത്ത്, പിന്നെ അരുണിമ, ഗ്യാരി. ഗ്യാരി ഓൾറെഡി കേറിയിട്ടുണ്ടല്ലോ. ഞാൻ അതെ, ഞാൻ ഇവിടുന്ന് സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ കേശവദാസ്, അതിപ്പം ഓണാവുന്നത്. ഷിജും, എന്തോ ഷിജുമോൻ, സുജിമോൻ. ചെയ്തു. വേറെ കേശവദാസ്. കേശവദാസ് വന്നിട്ടില്ലല്ലോടാ. രണ്ടുപേർ കേറുന്നേ ഉള്ളൂ. ഫോണിൽ കറണ്ട് കണക്ട് ആണ്, ലാപ്പിൽ ഇപ്പൊ കേറും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് പേറോൾ വൗച്ചറിലേക്കാണ്.
പേറോൾ വൗച്ചർ എന്ന് പറയുന്ന ആ ഒരു വൗച്ചറിലായിരിക്കും നമ്മൾ നമ്മുടെ എംപ്ലോയീസിന്റെ കംപ്ലീറ്റ് സാലറി പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് പോവാം. അതായത് അവരുടെ സാലറി, പ്രൊവിഡന്റ് ഫണ്ട്, ESI, EPF, NPS അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും അക്കൗണ്ടിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെറ്റ് ഓഫ് വൗച്ചറിനകത്തായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ പേറോൾ വൗച്ചറിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ സാലറി എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ സാലറി പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സാലറിയുടെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഈ രണ്ട് കേസിലും നമുക്ക് ഈ ഒരു വൗച്ചറിനകത്ത് എൻട്രി റെക്കോർഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ടാലിയിൽ എംപ്ലോയീസിനെ ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഡ്ജർ ആയിട്ടല്ല, പേറോൾ വൗച്ചറിന് വേണ്ടിയിട്ടുള്ള ഓരോ പർട്ടിക്കുലർ എംപ്ലോയീസിനെ നമുക്ക് ടാലിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് അവർക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് പേയ്മെന്റുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അതിനകത്ത് എത്ര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എംപ്ലോയീസിനുള്ള ബേസിക് പേ, ട്രാവലിംഗ് അലവൻസ്, ഓവർ ടൈം ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബോണസ്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ എക്സ്ട്രാ എന്തൊക്കെ പേയ്മെന്റുകൾ ഉണ്ടോ, ഇനി എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പ്രൊഫഷണൽ ടാക്സ്, ESI, EPF, അങ്ങനെ എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ എംപ്ലോയിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അറ്റൻഡൻസ് വൗച്ചറിൽ അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതും ഈ ഒരു പേറോൾ വൗച്ചറിനകത്ത് ആ ഒരു ഡേറ്റ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസും ഈ ഒരു അറ്റൻഡൻസും നോക്കിയിട്ടായിരിക്കും പേറോൾ വൗച്ചർ ഫിൽ ഔട്ട് ചെയ്യാനായിട്ട് പോവാം. ക്ലിയർ ആണോ? അതാണ് സാലറി പ്രോസസ് ചെയ്യുന്നതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മുടെ വൗച്ചർ സെറ്റുകൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. നമ്മുടെ ടാലിയിൽ തന്നെ ഉള്ള സെറ്റ് ഓഫ് വൗച്ചറുകളാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു കാര്യത്തിലേക്കാണ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് ടാലി നമുക്ക് വേണ്ടി ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന വൗച്ചർ സെറ്റുകളാണ് നമ്മൾ ലേൺ ചെയ്തത്. ഇനി ടാലിയിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 2-3 വൗച്ചർ ടൈപ്പുകൾ ഉണ്ട്. അതിലൊരു വൗച്ചറാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഒന്ന് നോട്ട് ചെയ്തോളാം. POS ഇൻവോയ്സ്. POS ഇൻവോയ്സ് ടാലിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ടാലിയിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ടൈപ്പ് ഓഫ് വൗച്ചേഴ്സും നമ്മൾ ഇനാക്റ്റീവ് ആയിരുന്നതൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്ത് എൻട്രീസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ ഒരു വൗച്ചർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം എന്തിനായിരിക്കും പുതിയൊരു വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം? പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഉണ്ടോ? ഒരു റെസ്പോൺസും ഇല്ലല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. മൺഡേ ആയതുകൊണ്ടാണോ? മൺഡേ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് മടിയുള്ള സമയമാണല്ലോ അല്ലെ? അതാണോ റെസ്പോൺസ് ഒന്നും ഇല്ലാതിരിക്കണേ? അതിനും റെസ്പോൺസ് ഇല്ല. ഓക്കെ, ശരി. എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ഭാഗത്ത് റെസ്പോൺസ് ഇല്ല. അപ്പൊ നമ്മള് POS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പം POS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് സെയിൽ. അപ്പം ഈ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ റീറ്റെയിൽ ഷോപ്പ്, അതുപോലെ നമ്മുടെ ചെക്ക് ഔട്ട് കൗണ്ടറുകൾ, അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ എന്തെങ്കിലും സെയിൽസ് നടക്കുന്ന സമയത്ത് നമ്മൾ പിന്നീടായിരിക്കുമോ ബില്ലടിച്ചു കൊടുക്കുക? ആണോ? അപ്പൊ നമ്മൾ ഒരു തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ അവരോട് പറയണം ഞങ്ങൾക്ക് 2 സിനിമ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ സിനിമ കണ്ടോ, ബില്ല് പുറകെ വരും എന്ന് പറയുമോ? പറയോ? അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ പേയ്മെന്റ് ചെയ്ത് അപ്പൊ തന്നെ അവർ എന്ത് ചെയ്യും? ഒരു QR കോഡുള്ള ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു റെസീപ്റ്റ്, ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് എടുത്തു തരും. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു വേറൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയി അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു സാധനം പർച്ചേസ് ചെയ്യാം. അപ്പം ആ സാധനം പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് അപ്പൊ തന്നെ നമുക്ക് അവർ എന്ത് ചെയ്യും? ഡൗട്ട് എടുത്തു തരും. അവിടെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കുവോ ആ ബില്ലിനകത്ത്? കൊടുക്കുവോ? കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ നിങ്ങൾക്ക് ആ ബില്ലിൽ കിട്ടാറുണ്ടോ? ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഷോപ്പിന്റെ അവിടുന്ന് ബില്ലടിക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റാറുണ്ടോ? നിങ്ങളൊന്നും ആരും ഷോപ്പിൽ പോയ സാധനങ്ങൾ പോലും മേടിക്കില്ലാത്ത ആൾക്കാരാണോ? എല്ലാം ഓൺലൈൻ പർച്ചേസ് ആണോ?
ഓക്കെ. അപ്പം അതുപോലെയുള്ള ഇൻവോയ്സസ് നമുക്ക് ടാലി പ്രൈമിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അവിടെ ഈ ഒരു റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ആരും അവിടെ എന്ത് ചെയ്യില്ല, ക്രെഡിറ്റിന് സാധനങ്ങൾ മേടിക്കില്ല. മേടിക്കോ? നമ്മള് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയി നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ പറയും ഒരു 10 ദിവസം കഴിഞ്ഞ് പേയ്മെന്റ് തരാന്ന്. അവർ സമ്മതിക്കോ? ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കാറുണ്ടോ അവര് കസ്റ്റമേഴ്സിന്? ഉണ്ടോ? ഇല്ല. സോ അവിടെയുള്ള പേയ്മെന്റ് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവര് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ പേയ്മെന്റ് മേടിക്കും, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ ബാർകോഡ് വെച്ചിട്ടുണ്ടാവും സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കാർഡ് റീഡേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെ? നോർമലി ഈ 3 മെത്തേഡുകളാണ് അവർ യൂസ് ചെയ്യാറ്. അപ്പോ നമുക്ക് POS ഇൻവോയ്സിനകത്ത് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ പേയ്മെന്റ് മെത്തേഡുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ഒരു കസ്റ്റമർ തന്നെ കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിട്ടും കുറച്ച് എമൗണ്ട് ബാങ്ക് ത്രൂവും പേയ്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉണ്ടാവാറില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഒരു കാർഡ് പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കി ഒരു എന്ത് ചെയ്യും, GPay ചെയ്യും. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ പേയ്മെന്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയില് ഇൻവോയ്സ് അപ്പൊ തന്നെ പ്രിന്റ് എടുത്ത് കസ്റ്റമറിന് കൊടുത്തു വിടേണ്ടതായിട്ട് വരും. ഇല്ലേ? അല്ലാതെ നമ്മൾ ബില്ലടിച്ച് സൂക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വൗച്ചർ നമുക്ക് വേണമെങ്കിൽ ടാലിയിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മൾ ടാലിയിൽ സെയിൽസ് ഇൻവോയ്സ് പഠിച്ചല്ലേ? സെയിൽസ് ഇൻവോയ്സിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? പാർട്ടിയുടെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാം. അല്ലെ? ക്യാഷ് ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷിന്റെ ലെഡ്ജർ കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ പാർട്ടിയുടെ നെയിം കൊടുക്കാം. അവിടെ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ക്വാണ്ടിറ്റി, എമൗണ്ട്, റേറ്റ് കൊടുത്ത് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കും. ഇത്രയും കാര്യമല്ലേ നമ്മളൊരു സെയിൽസ് വൗച്ചറിനകത്ത് ടാലിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തോ? അതിൽ കൂടുതൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ സെയിൽസ് വൗച്ചറിനകത്ത്? ഇല്ല. അപ്പൊ നമ്മൾ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടി നമുക്ക് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്ത് വരും, കുറെ കസ്റ്റമേഴ്സിന്, ഓക്കെ, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് യൂസേഴ്സിന് നമ്മളെ സാധനങ്ങൾ സെയിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് വിചാരിക്കാം. അപ്പൊ അവര് തരുന്നത് മൾട്ടിപ്പിൾ പേയ്മെന്റുകൾ, നമുക്ക് ഏതാണ് പേയ്മെന്റ് അവർ തന്നത് എന്ന് നമ്മുടെ ബില്ലിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇനി ക്യാഷ് ആണ് അവർ തന്നെങ്കിൽ ബാലൻസ് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിയണം. ഇനി ആ പാർട്ടിയുടെ പേരോ അഡ്രസ്സോ ഒന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടോ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ അതിനെ ഓട്ടോമാറ്റിക്കലി പ്രിന്റ് എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, നിങ്ങൾ അത് നോട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പം സ്റ്റെപ്പ് 1 ആയിട്ട് പറയുന്നത് ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കേണ്ട. ഞാൻ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ എഴുതിയെടുത്ത് പോയാൽ മതി. ഇപ്പൊ തന്നെ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാൻ ടാലിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ടാലിയിൽ ഞാനത് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ അല്ലേ? അപ്പം എന്താണ് POS ഇൻവോയ്സ്, എന്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഞാന് ഇവിടെ ഒരു കമ്പനി ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. സോ എന്റെ ആ ഒരു വൗച്ചറിന്റെ പേര് വരുന്നത് POS വൗച്ചർ എന്നാണ് കേട്ടോ. POS വൗച്ചർ. അപ്പൊ നമുക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട പാത്ത് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയില് ക്രിയേറ്റ് അതില് വൗച്ചർ ടൈപ്പ്. ഗേറ്റ്വേ ഓഫ് ടാലിയില് ക്രിയേറ്റ്, അതിൽ വൗച്ചർ ടൈപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വൗച്ചർ ടൈപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ വൗച്ചറിന് ഒരു പേര് കൊടുക്കണ്ടേ? സോ നെയിം കൊടുക്കാം POS വൗച്ചർ. വൗച്ചർ നെയിം POS വൗച്ചർ. അപ്പൊ പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ സ്റ്റെപ്പ് 1 ആദ്യത്തെ കാര്യം നോട്ട് ചെയ്ത് കൊടുത്തേക്കാം. ടൈപ്പ് ദ നെയിം ഓഫ് വൗച്ചർ ആസ് POS ഇൻവോയ്സ് അല്ലെങ്കിൽ POS വൗച്ചർ. ഓക്കെ, അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് ഇതിന്റെ ടൈപ്പ് ഓഫ് വൗച്ചർ കൊടുക്കണം. ടാലിക്ക് മനസ്സിലാവണം ഇത് പർച്ചേസ് ആണോ,
സെയിൽസ് ആണോ, ജേർണൽ ആണോ, സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൗച്ചർ ആണോ, അത് മനസ്സിലാക്കണം അല്ലെ. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇവിടെ പേര് കൊടുക്കുന്നു POS ഇൻവോയ്സ്. നെക്സ്റ്റ് കൊടുക്കുന്നു ടൈപ്പ് ഓഫ് വൗച്ചർ, സെയിൽസ് വൗച്ചർ ആണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് വൗച്ചർ സെയിൽസ് വൗച്ചർ. അതായത് POS ഇൻവോയ്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് സെയിൽ ആണ്. ഇതൊരു തരത്തിലുള്ള ഒരു സെയിൽ ബില്ലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് വൗച്ചർ സെയിൽസ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി ഇതിന് ഒരു അബ്രിവേഷൻ വേണം. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം എന്നാണ് ഇവർ ഉദ്ദേശിക്കുക. അത് സെയിൽസ് തന്നെ കൊടുത്താൽ നമുക്കത് ചൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ അവിടെ POS ഇൻവോയ്സ് എന്ന് തന്നെ പേര് കൊടുത്തേക്കാം. അബ്രിവേഷൻ എന്ത് കൊടുത്തേക്കാം? POS ഇൻവോയ്സ്. സൗത്ത് സെന്ററിൽ കറണ്ട് പോയോ? ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാവോ? ഓക്കെ, അപ്പൊ POS ഇൻവോയ്സ് എന്നുള്ള പേര് കൊടുത്തു. ടൈപ്പ് ഓഫ് വൗച്ചർ സെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അബ്രിവേഷൻ POS ഇൻവോയ്സ് ആണ് കൊടുക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്തോ? മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്തോ? ഇനി അടുത്ത നമുക്ക് ഈ ജനറലിനകത്ത് വേറെ കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. പേര് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം, പ്രിന്റിംഗ് എന്നുള്ള ഏരിയയിലേക്ക് വരാം. പ്രിന്റിങ്ങിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, യൂസ് ഫോർ POS ഇൻവോയ്സിംഗ്. അത് നമ്മൾ നിർബന്ധമായും എസ് കൊടുത്തിട്ടുണ്ടാവണം. അത് നമ്മൾ എസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ് എന്നുള്ളത് എസ് ആയി മാറും. POS ഇൻവോയ്സ് എന്നുള്ള പേര് കൊടുത്തു. ജനറലിനകത്ത് സെയിൽസ് ഇൻവോയ്സിന്റെ കീഴിലാണ് വരേണ്ടത്. അതിന്റെ പേര് POS എന്നുള്ളതാണെന്ന് കൊടുക്കണം. വേറെ ഒന്നും മാറ്റാനില്ല. അടുത്തത് പ്രിന്റിംഗ് ആണ്. പിന്നീട് അവിടെ വരുമ്പോൾ പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആണ് നമുക്ക് എസ് വരിക. നമ്മൾ അവിടെ POS ഇൻവോയ്സിംഗ്, യൂസ് ഫോർ POS ഇൻവോയ്സിംഗ് എസ് കൊടുത്തേക്കാം. ഇനി നമുക്ക് രണ്ട് മെസ്സേജുകൾ പ്രിന്റ് ഔട്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇവിടെ ആഡ് ചെയ്യാം. അതായത് ചില ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ബില്ല് കിട്ടുമ്പോൾ, ചെറിയ ബില്ലായിരിക്കും കിട്ടുക, കുട്ടി ബില്ലായിരിക്കും കിട്ടുക. അതിന്റെ അടിയിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഒരു നോട്ട് എഴുതിയിട്ടുണ്ടാവും. താങ്ക് യു ഫോർ യുവർ പർച്ചേസ്, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ചൂസിങ് അസ്, പ്ലീസ് വിസിറ്റ് അഗെയിൻ. അങ്ങനെയുള്ള കുറച്ച് നോട്ടുകൾ അവരതിനകത്ത് ആഡ് ചെയ്യും. ഇത് കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ളത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചെറിയ നോട്ടുകൾ അവർ അതിനകത്ത് ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആ നോട്ടുകളാണ് നമ്മൾ ഇവിടെ രണ്ട് മെസ്സേജുകളായിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ അത് നമ്മുടെ ബിസിനസ് അനുസരിച്ചിട്ട് ഈ നോട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം താങ്ക് യു എന്ന് കൊടുത്തു, വിസിറ്റ് അഗെയിൻ എന്ന് കൊടുത്തു. രണ്ട് നോട്ട് കൊടുത്തു. ഇനി ഡിഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ്. ഡിഫോൾട്ട് ടൈറ്റിൽ എന്താണ്? POS ഇൻവോയ്സ് തന്നെ. പോയിന്റ് ഓഫ് സെയിൽസ് ബില്ലാണ് എന്നുള്ളതിന് POS ഇൻവോയ്സ് തന്നെ ഞാൻ അവിടെ ടൈറ്റിലും കൊടുത്തു. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ, ജനറൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, പ്രിന്റിങ്ങിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഓക്കെ ആണോ? ഫാത്തിമ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെയിൽ ബില്ല് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വൗച്ചർ സെറ്റ് ആണ് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ജനറൽ ഡീറ്റെയിൽസ് കൊടുത്തു, പ്രിന്റിങ്ങിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അടുത്തതാണ് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഒന്ന് നോട്ട് ചെയ്തേക്കാം, ഡിഫൈൻ വൗച്ചർ ക്ലാസ്. ഡിഫൈൻ വൗച്ചർ ക്ലാസ്, ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക് വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ പേര് കൊടുക്കണം. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൗച്ചറിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. എന്തൊക്കെയായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ടി വരിക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ബില്ല് അടിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ടി വരിക? ഒന്നും വരേണ്ടി വരില്ലേ? ഒന്നും വരേണ്ടി വരില്ലേ? ഇത്രയും കാര്യങ്ങൾ മതിയോ നിങ്ങൾക്ക്? സെയിൽ ബില്ല് അടിക്കുമ്പം അതിനകത്ത് ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അതല്ലാതെ എന്തെങ്കിലും ഷോപ്പിന്റെ നെയിം ഓൾറെഡി വരും. വേറെ എന്തെങ്കിലും ലെഡ്ജറുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? ഗുഡ്സിന്റെ, അതായത് ഐറ്റത്തിന്റെ നെയിംസ് അതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി റേറ്റ് മാത്രം കൊടുത്ത ഒരു ബില്ലാവോ? യെസ്, GST കൊടുക്കണം.
അല്ലെ? GST ലെഡ്ജേഴ്സ് കൊടുക്കണ്ടേ? സോ ആ GST ലെഡ്ജേഴ്സ്, അതുപോലെ തന്നെ ഇനി ബില്ലിനകത്ത് എന്തെങ്കിലും ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. വരൂലേ? വരുമോ? എല്ലാരും റൗണ്ട് ഓഫ് ചെയ്യാതെ തന്നെ ബില്ലടിച്ച് പോവാറില്ല. മിക്കവരും റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ബില്ലടിക്കുക. അടുത്ത മറ്റൊരു കാര്യമാണ്, എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ കസ്റ്റമറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ബില്ലിനകത്ത് കാണിക്കണ്ടേ? അതായത് എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സർട്ടൈൻ ഐറ്റംസ് മേടിച്ചാൽ അതിന് ചിലപ്പോൾ ഓഫർ പ്രൈസ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ബില്ലടിക്കേണ്ടതായിട്ട് വരും. മേ ബി അവർ ഡിസ്കൗണ്ടുകൾ പിന്നീടായിരിക്കും ആഡ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യമാണ്, ഈ കസ്റ്റമർ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പം ബാങ്ക് പേയ്മെന്റ് ചെയ്യും. അതായത് നെറ്റ് ബാങ്കിങ് ത്രൂ നമ്മുടെ ജിപേയോ അല്ലെങ്കിൽ ഏതെങ്കിലും UPI പേയ്മെന്റ്സുകളോ സ്കാനറിലേക്കുള്ള പേയ്മെന്റുകളോ ചെയ്യും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് തരും. ഇനി അതും അല്ലെങ്കിൽ ഇവർ ചിലപ്പം എന്ത് ചെയ്യും, ഗിഫ്റ്റ് വൗച്ചറുകൾ ക്ലെയിം ചെയ്യും. ചെയ്യാറില്ലേ? നമുക്ക് ഇത്ര പർച്ചേസ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഷോപ്പില് വൗച്ചറുകൾ തരാറുണ്ട്, അല്ലെ? പർച്ചേസ് വൗച്ചർ തരാറുണ്ട്. അത് നമ്മൾ റിഡീം ചെയ്യാറില്ലേ ഷോപ്പിൽ പോയിട്ട്? ഇതൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങളുടെ ഇരിപ്പല്ലിട്ട് അങ്ങനെയൊന്നും തോന്നണമല്ലോ. എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടോ? ഉണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു വൗച്ചറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ലെഡ്ജേഴ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഈസിനെസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ച് എൻ്റർ അടിക്കാം. നെയിം ഓഫ് ക്ലാസ് POS, ഇൻവോയ്സ് തന്നെ കൊടുത്തേക്കാം. എല്ലായിടത്തും POS ഇൻവോയ്സ്. ഓക്കെ, എൻ്റർ അടിക്കുമ്പോൾ പുതിയൊരു സ്ക്രീൻ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ ആദ്യ ഒരു സ്ക്രീനിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് വീണ്ടും അടുത്തൊരു സ്ക്രീനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെ നമ്മളോട് ചോദിക്കുകയാണ് ഡിഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ടുകൾ ഫോർ POS ഇൻവോയ്സ്. അപ്പം ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ അഡീഷണൽ ലെഡ്ജറുകൾ ഈ വൗച്ചറിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വൗച്ചറുകൾ കളക്ട് ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ അത് യെസ് കൊടുക്കുക. അതിനുശേഷം ഒന്ന് എൻ്റർ അടിച്ചേക്കാം. ഇവിടെ നമുക്ക് പുതിയൊരു ലെഡ്ജർ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഗിഫ്റ്റ് വൗച്ചർ എന്നുള്ള പേരിൽ ഒരു ലെഡ്ജർ ക്രിയേഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ക്രിയേറ്റ് ഓപ്ഷൻ കാണില്ല, ലിസ്റ്റ് ഓഫ് ലെഡ്ജർ മാത്രമേ കാണുള്ളൂ. കണ്ടോ? ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കാം? ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു ഷോർട്ട് കീ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്തായിരുന്നു? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ ചാറ്റ് ബോക്സിൽ ഇടാവോ പെട്ടെന്ന്? ലെഡ്ജർ ക്രിയേഷൻ ഷോർട്ട് കീ എന്തായിരുന്നു? Alt+C. അപ്പൊ ഇവിടെ ഗിഫ്റ്റ് വൗച്ചറുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എസ് എന്നാക്കാം. നോ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലെഡ്ജറും സെലക്ട് ചെയ്യാൻ പറ്റില്ല. യെസ് ആണെങ്കിൽ മാത്രമേ ലെഡ്ജർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ Alt+C പ്രസ് ചെയ്തു, ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തു, ഗിഫ്റ്റ് വൗച്ചർ. അതിന്റെ അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഗിഫ്റ്റ് വൗച്ചറിന്റെ അണ്ടർ കൊടുക്കേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. വേറെ അണ്ടർ കൊടുത്താൽ നമുക്ക് ഇതിവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ ആദ്യത്തെ പോർഷൻ? ഓക്കെ, അടുത്ത കാര്യമാണ് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ കസ്റ്റമറുടെ നമ്മൾ മേടിക്കോ? ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ, അതായത് UPI ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നാണെങ്കിൽ യെസ് കൊടുത്ത് അത് ഏത് ബാങ്കിലേക്കാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് എന്നുള്ള ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ കസ്റ്റമർ ജിപേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആ എമൗണ്ട് പോകേണ്ടത് അതാണ് ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആകെ ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ. ഏത് ബാങ്കാ? ഫെഡറൽ ബാങ്ക്. വേണമെങ്കിൽ നമുക്ക് ഈ ഫെഡറൽ ബാങ്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഫെഡറൽ ബാങ്ക് അല്ല വേറെ കുറെ ബാങ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. കാനറ ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്. ഫെഡറൽ ബാങ്കിൽ തന്നെ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പം നമ്മുടെ QR കോഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത ബാങ്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ വൗച്ചറിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ആണോ? ബാങ്ക് അക്കൗണ്ടിന്റെ കേസിലാണ് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ബാങ്ക് ചൂസ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും വൗച്ചർ എൻ്റർ ചെയ്യുമ്പോൾ ഇതേപോലെ ബാങ്കിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പൊ 2 or 3 ബാങ്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ബാങ്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ തൽക്കാലം ഇവിടെ ഞാനിപ്പം ഫെഡറൽ ബാങ്ക് മാത്രം ഉള്ളത് കൊണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും അക്സെപ്റ്റ് ചെയ്യോ? ഒരു കസ്റ്റമർ ഒരു 100 രൂപയ്ക്കുള്ള സാധനം മേടിച്ചിട്ട് അതിന്റെ ചെക്ക് തന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യോ? സോ നമുക്ക് ആ ഓപ്ഷൻ വേണ്ട. സോ അത് നോ ആക്കി കൊടുത്തേക്കാം. അടുത്തത് നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഓരോന്ന് യെസും നോയും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആണോ? ആണോ? ഇനി നമുക്ക് അടുത്ത ലെഡ്ജറിലേക്ക് പോവാം. ഡിഫാൾട്ട് അക്കൗണ്ടിംഗ് അലോക്കേഷൻ ഫോർ ഓൾ ഐറ്റംസ് ഇൻ ഇൻവോയ്സ്. അതായത് നമ്മൾ ഈ ഓരോ ഐറ്റംസും സെയിൽ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു ലെഡ്ജറിനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ചോദിക്കുക. ഏതെങ്കിലും ലെഡ്ജറിനെ അഫക്ട് ചെയ്യുമോ? ഡെഫിനറ്റ്ലി ചെയ്യും. ഏത് ലെഡ്ജറാ? നമ്മുടെ സെയിൽസ് ലെഡ്ജർ. ഇത് സെയിൽസിന്റെ ഭാഗമല്ലേ? പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് സെയിൽ ഇൻവോയ്സ് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ടി വരുന്ന ലെഡ്ജർ എന്ന് പറയുന്നത് സെയിൽസിന്റെ ലെഡ്ജർ ആണ്. നിങ്ങൾ ഓൾറെഡി സെയിൽസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട. എന്റെ ഈ ടാലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ജസ്റ്റ് സെയിൽസ് എന്നുള്ള ലെഡ്ജർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് ചെയ്യേണ്ട. എന്റെ ടാലിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? അപ്പോ നിങ്ങൾ ഇനി സെയിൽസിന്റെ ലെഡ്ജർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അണ്ടർ, അതായത് ഈ ഒരു അക്കൗണ്ടിങ് അണ്ടർ ഗ്രൂപ്പ് വേറെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെയിൽസ് ലെഡ്ജർ ആയി ചെയ്യാൻ പറ്റില്ല. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. സെയിൽസിന്റെ ലെഡ്ജർ കൃത്യമായിട്ടും അണ്ടർ ഒക്കെ കൊടുത്തല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് നമുക്കൊന്നും മാറ്റാനില്ല. ഇവിടെ നോ എന്നുള്ളതും ഈ ഒരു 100% എന്നുള്ളതൊക്കെ തനിയെ വരുന്നതാണ്. നമ്മൾ ഈ ലെഡ്ജർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ POS വൗച്ചർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ലാസ് ഡിഫൈൻ ചെയ്യാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് എൻട്രീസ് വരാനുള്ള കുറച്ച് ലെഡ്ജറുകൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിങ് എൻട്രീസ്? നിങ്ങൾ പറഞ്ഞ പോലെ GST ലെഡ്ജേഴ്സ് കൊടുക്കണം, റൗണ്ട് ഓഫ് കൊടുക്കണം, ഡിസ്കൗണ്ട് കൊടുക്കണം. എന്തൊക്കെയാ വരിക? GST ലെഡ്ജേഴ്സ്, റൗണ്ട് ഓഫ്, ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ ഡിസ്കൗണ്ട് അലൗഡ് ആണോ? ഏത് ലെഡ്ജറാ വരിക? സുഹൈലെ, ഏത് ലെഡ്ജറാ വരിക? ഡിസ്കൗണ്ട് അലൗഡ് ആണോ റിസീവ്ഡ് ആണോ വരിക സെയിൽസിൽ വരുമ്പോ? പെട്ടെന്ന് പറ. ഡിസ്കൗണ്ട് അലൗഡ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് ഇൻകം ആണോ? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ബിസിനസിന് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ? ഐഡിയ ഉണ്ടോ അതിനെ പറ്റി? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഔട്ട്പുട്ട് GST ലെഡ്ജേഴ്സ് ഉണ്ടാവും. അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഔട്ട്പുട്ട് GST ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST CGST. ഓക്കെ. ഈ ലെഡ്ജർ കൊടുക്കുന്നു. ഔട്ട്പുട്ട് SGST എന്നുള്ള അടുത്തൊരു ലെഡ്ജറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഒറ്റ തവണ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് ഇവിടെ ഒന്ന് ലെഡ്ജറിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ ആണോ? അതായത് നമുക്ക് ബില്ലടിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് വൗച്ചർ നമ്മളൊന്ന് പ്രീസെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. ഇനി അടുത്ത ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ ഡിസ്കൗണ്ട് അലൗഡ്. ലെഡ്ജറിന്റെ പേര് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് അലൗഡ്. അണ്ടർ കൊടുക്കേണ്ട എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. സോ അവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളോട് ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ചോദിക്കും. ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ കുറെ രീതികളുണ്ട്. തൽക്കാലം നമുക്ക് ആസ്ക് യൂസർ ഡിഫൈൻഡ് വാല്യൂ എന്നുള്ളത് കൊടുക്കാം. ബില്ലടിക്കുന്ന ആൾക്ക് തീരുമാനിക്കാം എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത്.
കുറെ ടൈപ്പ് ഓഫ് മെത്തേഡുകൾ ഉണ്ട്. കറന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് യൂസർ തീരുമാനിക്കുന്ന പോലെയാണ്. സോ യൂസർ ഡിഫൈൻഡ് വാല്യൂ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും എന്റർ അടിക്കുന്നു. റൗണ്ടഡ് ഓഫ് എന്നുള്ള ഒരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ അണ്ടറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് തന്നെയാണ് വരിക. റൗണ്ടഡ് ഓഫ് അതും ഞാൻ യൂസർ ഡിഫൈൻഡ് വാല്യൂ കൊടുക്കും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും വൗച്ചറുകൾ ഒന്ന് പ്രീസെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഗിഫ്റ്റ് വൗച്ചറിൽ ഏതൊക്കെയാണ് പേയ്മെന്റ് മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കുന്നത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെ മൊത്തം അലോക്കേഷൻസ് അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ അഫക്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിനെയാണ്. ഇനി ഇതിനകത്ത് അഡീഷണലി GST ലെഡ്ജേഴ്സ് വേണ്ടി വരും, ഡിസ്കൗണ്ട് അലൗഡ് വേണ്ടി വരും, റൗണ്ടഡ് ഓഫുകൾ വേണ്ടി വരും. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് IGST റെക്കോർഡ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് IGST റെക്കോർഡ് ചെയ്യാത്ത? എപ്പോഴും ഈ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നടക്കുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ കടയിൽ വന്ന് മേടിക്കുന്നതായിരിക്കും സാധനങ്ങൾ, അല്ലെ? അപ്പം അവിടെ നടക്കുന്നത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്ഫർ തന്നെ ആയിരിക്കും. വിത്തിൻ ദ സ്റ്റേറ്റ് സെയിൽ ആയിരിക്കും റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നടക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല, IGSTയുടെ ലെഡ്ജർ ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല. CGST SGST മാത്രമേ വരുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്ത് പറ്റിയാകില്ല? റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, അറിയാതെ തന്നതാണോ? ശരി, ഇത്രയും ഓക്കെ ആണോ? ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കാവോ? ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളാവോ? നിങ്ങൾക്ക് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്ത് പോണേ. POS ഇൻവോയ്സ് നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. അതിൽ രണ്ടാമത്തെ സ്ക്രീനാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഔട്ട്പുട്ട് CGST ലെഡ്ജേഴ്സ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ഒക്കെ തനിയെ വരും, GST തന്നെയാണ് വരേണ്ടത്. നിങ്ങൾ GST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറി വരും. അല്ലെങ്കിൽ ഇത് ഞാൻ സെലക്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേ സ്ക്രീൻ തന്നെയായിരിക്കും നിങ്ങൾക്കും വരിക. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് അതിനെ കമ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, റൗണ്ടഡ് ഓഫ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിന്റെ രണ്ടിന്റെയും എമൗണ്ടുകൾ തീരുമാനിക്കുന്നത് ബില്ലടിക്കുന്ന ആൾ അല്ലെങ്കിൽ യൂസർ ആണ്. ക്ലിയർ ആണോ? അപ്പം ഇത് ഞാൻ കൺട്രോൾ A കൊടുത്തൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. തിരിച്ച് ഈ ഒരു സ്ക്രീനിലേക്ക് വരുന്നു, ഇതും കൺട്രോൾ A കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്, അത് സേവ് ആയി. നമുക്കൊന്ന് എസ്കേപ്പ് ചെയ്ത് വൗച്ചറിലേക്ക് പോവാം. ക്ലിയർ ആണോ? POS വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? വൗച്ചേഴ്സിൽ പോകുന്നു, അവിടെ നിന്നും നമുക്ക് F8 എന്നുള്ള സെയിൽസ് ചൂസ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ വെറുതെ സെയിൽസ് വൗച്ചർ വരില്ല, 2 ക്ലാസ്സുകൾ നമുക്ക് വരും. കണ്ടോ? നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ F8 അടിക്കുമ്പോൾ തന്നെ സെയിൽസിന്റെ വൗച്ചർ നമുക്ക് ഓപ്പൺ ആയി കിട്ടുമായിരുന്നു. ഇനി അങ്ങനെ വരില്ല. അതിനകത്ത് തന്നെ പുതിയൊരു വൗച്ചർ ക്ലാസ് കൂടി നമ്മൾ സെറ്റ് ചെയ്തു, POS ഇൻവോയ്സ് എന്നുള്ള പേര്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, POS ഇൻവോയ്സ് എന്നുള്ള വൗച്ചർ ക്ലാസ് സെലക്ട് ചെയ്യുന്നു, വൗച്ചർ നെയിം സെലക്ട് ചെയ്യുന്നു, വൗച്ചർ ക്ലാസും POS എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? 2 കാര്യങ്ങൾ POS ഇൻവോയ്സ് ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു മോഡൽ, അതായത് POS ഇൻവോയ്സ് ആണ്. പാർട്ടിയുടെ നെയിം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നെയിം ഓഫ് ഐറ്റം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ GST കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, റൗണ്ട് ഓഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി പേയ്മെന്റ് മോഡ് എങ്ങനെയാന്നുള്ളത് ഇതിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഏതൊക്കെ മോഡ് ഓഫ് പേയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഓരോന്നും ചൂസ് ചെയ്ത് കൊടുക്കാം. നറേഷൻ കൊടുത്ത് ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? അതാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? POS വൗച്ചർ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള അസൈൻമെന്റിനകത്ത് ഒരു 1-2 എണ്ണം പറയാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ഡേ 7 ആണ് നമുക്ക് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള PDF-കൾ വരുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു PDF തന്നിട്ടുണ്ട്, POS ഇൻവോയ്സ്. അപ്പം ഈ ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൗച്ചർ ആയിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരിക. അപ്പം ഇവിടെ POS ഇൻവോയ്സ് എന്നുള്ള പേരൊക്കെ നിങ്ങൾ കൊടുക്കണം. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കേണ്ട ഡിഫോൾട്ട് പ്രിന്റ്, ടൈറ്റിൽ ടു പ്രിന്റ് POS ഇൻവോയ്സും അതുപോലെ മെസ്സേജുകൾ, ഈ 2 മെസ്സേജുകളായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക. താങ്ക് യു വിസിറ്റ് അഗെയിന് പകരം റിട്ടേൺസ് അക്സെപ്റ്റഡ് വിത്തിൻ 10 days ഓഫ് പർച്ചേസ്, താങ്ക് യു ഫോർ യുവർ പർച്ചേസ്. ഈ 2 നോട്ട് ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരിക. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? കാരണം ക്രിസ്പി ട്രീറ്റ്സിന്റെ ആ നോട്ടുകൾ വരുന്നത് അത് രണ്ടുമാണ്. അപ്പം ഇത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ബിൽ നമ്പർ 1 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ബയ്യറുടെ നെയിം ഉണ്ട്. ഡേറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല, 1 ഏപ്രിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. POS ഇൻവോയ്സിൽ പാർട്ടി അക്കൗണ്ട് നെയിം നോട്ട് ആപ്ലിക്കബിൾ ഒന്ന് എൻ്റർ അടിച്ചു. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആനന്ദ് എന്നുള്ള ബയ്യർ നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആനന്ദ് എന്നുള്ള പേര് നിങ്ങൾക്ക് എവിടെ കൊടുക്കാം? ഈ ഒരു പാർട്ടി നെയിം ഒന്ന് എൻ്റർ അടിച്ച് അവിടെ ബയ്യർ ഡീറ്റെയിൽസിനകത്ത് ഇത് കൊടുക്കാം. കൺട്രോൾ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. നെയിം ഓഫ് ഐറ്റം അവർ വാങ്ങിക്കുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. സോ എന്റെ ഈ ടാലിയിൽ ആ ഐറ്റം ഇല്ല. ഞാൻ ടാലി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ കമ്പനി ഒന്ന് സെലക്ട് ചെയ്ത് അത് കാണിച്ചു തരാം. POS വൗച്ചർ ആണ്. ബയ്യർ നെയിം എൻ്റർ അടിക്കുന്നു, ആനന്ദ്. ഇനി ഇവിടെ ഐറ്റം എടുക്കുന്നു, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഓട്ടോമാറ്റിക്കലി അത് 1 പീസ് ആയിരിക്കും സെലക്ട് ആവുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി മാറ്റാം. അപ്പം ഇവിടെ 5 ക്വാണ്ടിറ്റി ആണ് അവര് സപ്ലൈ ചെയ്യുന്നത്. സോ 5 ക്വാണ്ടിറ്റി, റേറ്റ് സെയിം ആണ്. ഇനി പ്ലെയിൻ ബിസ്ക്കറ്റ് ചൂസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു പാക്കറ്റ് ആയിരിക്കും വരിക, അത് നിങ്ങൾക്ക് മാറ്റി ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് GST എമൗണ്ടുകൾ ഇവിടെ സെലക്ട് ആയി ആഡായി വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ GST എമൗണ്ടുകൾ വന്നിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് 379 രൂപയാണ് കിട്ടേണ്ടത്. പക്ഷെ അവർ തന്നത് 500 രൂപയാണ്. ബാലൻസ് 121 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഈ ബില്ലിനകത്ത് കാണിച്ചു. സോ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. പേയ്മെന്റ് മോഡ് ഗിഫ്റ്റ് വൗച്ചറിൽ കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ലാത്തതുകൊണ്ട് 0. ബാങ്കിൽ പേയ്മെന്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല, അതും 0. എൻ്റർ അടിക്കുന്നു. ചെക്ക് ആയിട്ട് കിട്ടുന്നുണ്ടോ? നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ക്യാഷ് സെലക്ട് ചെയ്യുന്നു. അവിടെ 379 രൂപയാണ് ഈ കസ്റ്റമർ നമുക്ക് തരേണ്ടത്. അതിന് അയാള് 500 രൂപ നമുക്ക് തന്നു. എൻ്റർ അടിക്കുമ്പോൾ ബാലൻസ് എമൗണ്ട് തനിയെ വരും. ക്ലിയർ ആണോ? ഇപ്പം ആ ഒരു കസ്റ്റമർ ചെയ്തത് മൾട്ടിപ്പിൾ പേയ്മെന്റ് മെത്തേഡുകളാണെങ്കിൽ അത് രണ്ടും നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പം 100 രൂപ ബാങ്കിൽ തന്നെങ്കിൽ ബാക്കി 279 രൂപ അയാൾ എന്ത് ചെയ്താൽ മതി? ക്യാഷ് ആയിട്ട് തന്നാൽ മതി. അവിടെ 500 രൂപ തന്നെങ്കിൽ ബാക്കി കൊടുക്കേണ്ട എത്രയാന്ന് കാണിക്കും. അപ്പം പേയ്മെന്റ് മോഡുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പേയ്മെന്റ് മെത്തേഡ് അനുസരിച്ചിട്ട് ക്യാഷിന്റെയും ബാങ്കിന്റെയും എമൗണ്ടിന് ബാലൻസ് ഷീറ്റിൽ മാറ്റം വരും. അപ്പം ക്യാഷ് ആയിട്ട് 379 രൂപ മേടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാങ്കിൽ കൊടുക്കരുത്, ക്യാഷിൽ തന്നെ 379 കൊടുക്കണം. പേയ്മെന്റ് മെത്തേഡ് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയേക്കാം. ക്ലിയർ ആണോ? ഇനി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പേയ്മെന്റ്, CR/DR പേയ്മെന്റ് എന്നായിരിക്കും ചിലപ്പോൾ ഈ ബില്ലിൽ കൊടുത്തിട്ടുണ്ടാവാം. അതാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ബാങ്ക് പേയ്മെന്റ് തന്നെയാണ്. ക്ലിയർ ആണോ? POS വൗച്ചർ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഈ ബില്ല് ഞാനൊന്ന് Ctrl+A കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രിന്റിംഗ് ഓപ്ഷൻ വരും. അപ്പൊ അത് പ്രിന്റ് കൊടുത്താൽ കറന്റ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് പ്രിന്റർ കണക്ട് ഇല്ലാത്തതുകൊണ്ട് അത് പ്രിന്റ് വരില്ല. സോ പ്രിന്റ് എടുത്ത് നോക്കിയേക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഡീറ്റെയിൽസ്, ഈ ഒരു ബില്ലിന്റെ ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾ കൊടുത്ത നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാൻ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഡൗട്ട് ഉള്ളത് സെൻട്രൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ POS വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ആ ഒരു മോഡൽ തന്നിട്ടുള്ള POS വൗച്ചർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് നോട്ടും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ?